ഖുർആൻ ലേണിംഗ് സ്കൂൾ പഠിതാക്കളുടെ ഒരു ജില്ലാതല ഒത്തുചേരലിലാണ് നമ്മളുള്ളത്. അല്ലാഹുവിൻ്റെ കലാമിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന, പടച്ചതമ്പുരാൻ്റെ ആയത്തുകൾ വിശദീകരിക്കുന്ന ഒരു സദസ്സ് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അനുഗ്രഹീതമായ സദസ്സാണ്. നമ്മളെ കൂടാതെ അല്ലാഹുവിൻ്റെ മറ്റൊരു സൃഷ്ടി വിഭാഗം ഈ സദസ്സിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും എന്നുള്ളതാണ്. ചെറിയ അനുഗ്രഹമല്ല അത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളല്ലാത്തവരുണ്ടാവുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടമാണ്. രോഗിയായ, ദീർഘകാലമായി ആശുപത്രിവാസവും തുടർ ചികിത്സകളും സ്ഥിരമരുന്നുമൊക്കെയായി കഴിയുന്ന നമ്മുടെ പണ്ഡിത നേതൃത്വത്തിലുള്ള ഒരു സഹോദരൻ പറഞ്ഞത്, ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നത് പ്രാർത്ഥനയുടെ ബലത്തിലാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ആദർശത്തിൻ്റെ പേരിൽ, ദീനിൻ്റെ പേരിൽ എന്നെ സ്നേഹിക്കുന്ന ഒരു വലിയ വൃത്തം എനിക്കുണ്ട്. അതായിരിക്കണം ഈ പ്രായത്തിലും ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാനും ആരോഗ്യവാനായി നിങ്ങളോടൊപ്പം യാത്ര ചെയ്യാനുമൊക്കെ എനിക്ക് സാധിക്കുന്നത്. ശരിയാണത്. നമുക്ക് വേണ്ടി നമ്മൾ ആവശ്യപ്പെടാതെ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സൗഹൃദ വൃത്തമുണ്ടാവുക എന്നുള്ളത് ചെറിയ ഒരനുഗ്രഹമല്ല. അതിനുമപ്പുറത്താണ് വിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കൾക്ക് കിട്ടുന്ന ഭാഗ്യം. അല്ലാഹുവിൻ്റെ അഭൗതിക സൃഷ്ടികളുടെ വരെ, മലക്കുകളുടെ വരെ പ്രാർത്ഥന ലഭിക്കുന്ന ഒരു വിഭാഗം എന്നുള്ളത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിത രേഖയാണ്. ഖുർആൻ സംവദിക്കുന്നത് മുഴുവൻ മനുഷ്യരോടാണ്. സൃഷ്ടികളോട് സൃഷ്ടാവിൻ്റെ ആശയവിനിമയമാണ്, അല്ലെങ്കിൽ അഭിമുഖ സംഭാഷണമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. സ്രഷ്ടാവ് സൃഷ്ടികളോട് നടത്തുന്ന വർത്തമാനമാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പഠിക്കുക, സൂചിപ്പിച്ചു, പഠനത്തിനപ്പുറം പഠിച്ച കാര്യങ്ങൾ അവനവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഒരു തമാശ നമ്മൾ കേട്ടിട്ടുണ്ട്. പണ്ട് ഒരു കണ്ണ് കാണാത്ത മനുഷ്യൻ ഒരു ചെറിയ തോടിൻ്റെ വളരെ വീതി കുറഞ്ഞ പാലത്തിലൂടെ, മരപ്പാലത്തിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ആരോ ആ പാലം പിടിച്ചിങ്ങനെ ഇളക്കിയത്രേ. അപ്പം കണ്ണ് കാണാത്ത മനുഷ്യൻ അതിൻ്റെ കൈവരിയിൽ ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ട് പറഞ്ഞു, പാലം കുലുക്കല്ലേ ഹാജിയാരെ. അങ്ങനെ അയാൾ മറുകര എത്തിയപ്പോൾ ആ പാലത്തിലൂടെ അങ്ങോട്ട് പോകാൻ കാത്തു നിന്നിരുന്ന ഒരാൾ ഇയാളോട്, കണ്ണ് കാണാത്ത ഇയാളോട് ചോദിച്ചു, ഇത് കുലുക്കിയത് ഹാജിയാരാണെന്ന് നിനക്ക് എങ്ങനെയാ മനസ്സിലായത്? അപ്പം അയാൾ പറഞ്ഞു, അയാളെ അത്തരം നെറുകേട് ചെയ്യൂ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവരും ഇസ്ലാമിൻ്റെ ശിആറുകളൊക്കെ വളരെ കൃത്യമായി കൊണ്ടു നടക്കുന്നവരും ജീവിതത്തിൽ ഏറ്റവും വലിയ മാതൃകകളാവണം. QLS-ൻ്റെ ഒരു സംഗമത്തിന് ഉദ്ഘാടകനായി എന്നെ ക്ഷണിച്ചപ്പോൾ എനിക്കൊരുപാട് ആശങ്കകളുണ്ട്. നേരത്തെ ഒന്ന് തിരുത്തിക്കോട്ടെ. പറഞ്ഞ കൂട്ടത്തിൽ എന്നെ സ്വാഗതം ചെയ്തപ്പോൾ പറഞ്ഞു, പണ്ഡിതനില്ല, വിശുദ്ധ ഖുർആൻ തെറ്റുകൂടാതെ വായിക്കാൻ തന്നെ പരിമിതമായ വിവരമുള്ള ആളാണ് ഞാൻ. അക്കാദമിക തലത്തിലോ അല്ലാതെയോ ഖുർആൻ ആഴത്തിൽ പഠിച്ച ആളല്ല, പക്ഷെ ഒരു പഠിതാവാണ്. ഞാൻ എൻ്റെ യൂണിറ്റിൻ്റെ ഭാരവാഹിയായിരിക്കെ, പുതുതായി ഇപ്പോൾ അടുത്ത് ശാഖയുടെ ഭാരവാഹി വിദേശത്ത് പോയപ്പോൾ നേതൃത്വം ഏറ്റെടുത്തപ്പോൾ ആദ്യം ആരംഭിച്ചൊരു സംരംഭം
നിലച്ചുപോയ QLSന്റെ റീസ്റ്റാർട്ടിംഗ് ആയിരുന്നു. അത് സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഖുർആൻ പഠിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ബാധ്യതയാണ്. മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ഖുർആൻ പഠിച്ച ആളുകളുടെ ജീവിതത്തിലൂടെ കാണിക്കുക. നമുക്കറിയാലോ, വിശുദ്ധ ഖുർആൻ ചില ആളുകളിലേക്കൊക്കെ എങ്ങനെയാണ് കടന്നു ചെല്ലുന്നത്. മഹാനായ KK മുഹമ്മദ് സുല്ലമി ഇവിടെ അനുസ്മരിക്കും. കാരണം ഈ സംരംഭം ആരംഭിച്ചതിൽ മുന്നിൽ നിന്ന് പണിയെടുത്തത് KKയാണ്. QLS തുടങ്ങുമ്പോൾ അന്നത്തെ ISMന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരു അംഗമാണ് ഞാൻ. KK അതിൻ്റെ ഒരു ആലോചനാ യോഗത്തിൽ പറഞ്ഞത്, എനിക്ക് ആയുസ്സുള്ളിടത്തോളം കാലം, എൻ്റെ ആരോഗ്യം അനുവദിക്കുന്ന അത്രയും കാലം നിങ്ങളുടെ കൂടെ ഇതിൻ്റെ മുൻനിരയിൽ ഞാൻ ഉണ്ടാകും. ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ നമ്മുടെ സംഘടനാ കാര്യാലയത്തിൽ നടക്കുന്ന QLSലേക്ക് KK ഇങ്ങനെ നടന്നു വന്നു. KK വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഠിതാക്കളൊക്കെയും മുകളിലെ ഓഡിറ്റോറിയത്തിൽ നിന്ന് താഴെ ഇറങ്ങി തങ്ങളുടെ വന്ധ്യഗുരുവിനെ സ്വീകരിക്കാൻ അങ്ങനെ കാത്തിരുന്നു. KK മുകളിൽ 1-2 ബട്ടൺസുകൾ സാധാരണ നിലയിൽ ഇടാറില്ല. ഇങ്ങനെ അതിലൂടെ നമുക്ക് കാണാം, മുകളിൽ വരെ താഴേക്ക് ഇങ്ങനെ നീണ്ട ഓപ്പറേഷൻ്റെ പാടുകൾ കാണാം. എന്താ നിങ്ങളെല്ലാവരും എന്നെ കാത്തു നിൽക്കുകയാണോ? നടക്കിൻ, മുകളിലേക്ക് നടക്കിൻ. അവരുടെ മുമ്പിൽ ഇങ്ങനെ നടന്നു കയറി KK. ഞാൻ നമ്മുടെ സംഘടനയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി രാപ്പാർത്ത് രാവിലെ KKയുടെ ക്ലാസ്സിൽ ഇരുന്ന ഒരാളാണ്. ജീവിതത്തിൻ്റെ വളരെ കുറഞ്ഞ കാലം മാത്രമാണ് KK വിശ്രമിച്ചിട്ടുള്ളൂ. KKയുടെ വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനങ്ങൾ ഒരു കാലത്ത് സംഘടനയുടെ തലങ്ങളിൽ ഒരുപാട് ചർച്ച ചെയ്തതാണ്. KK ഇഖ്റ എന്ന പദത്തിന് അർത്ഥം പറഞ്ഞത് പലർക്കും വേണ്ടത്ര ദഹിച്ചില്ല. പിന്നീട് ഒരുപാട് ആഴത്തിൽ വിമർശകരൊക്കെ അത് പഠിച്ചപ്പോൾ KK പറഞ്ഞ അർത്ഥമായിരുന്നു ഏറ്റവും ശരിയെന്ന് അവർ സമ്മതിക്കേണ്ടി വന്നു. ആ KK പറഞ്ഞു, ഒരാളുടെ മനസ്സിലേക്ക് ഒരായത്തോ ഒരായത്തിൻ്റെ ശകലമോ ഒരു പക്ഷേ വലിയ വിപ്ലവങ്ങൾക്ക് നിമിത്തമാകും. എന്നിട്ട് കരുവമ്പൊയിൽ പ്രദേശത്ത് ഒരു പൊതുപ്രഭാഷണത്തിനിടയിൽ മഹാനായ സയ്യിദ് മൗലവിയുടെ പ്രസംഗത്തിനിടയിൽ സയ്യിദ് മൗലവി വിശുദ്ധ ഖുർആനിലെ അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹുവിൻ്റെ അടിമയ്ക്ക് അള്ളാഹു പോരെ എന്നുള്ള ചോദ്യം ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് സദസ്സിന് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു രംഗം പറഞ്ഞു. സാധാരണ നിലയിൽ അവിടെ ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പ്രോഗ്രാം സംഘടിപ്പിച്ചാൽ അത് അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ആരെങ്കിലുമൊക്കെ കയറി പ്രോഗ്രാം പാതി വഴിയിൽ നിർത്തേണ്ടി വരാറുണ്ട്. അന്നും അതുപോലെ പ്രോഗ്രാമിൽ ഇടയ്ക്ക് കയറി പ്രഭാഷകനെയും ഉച്ചഭാഷിണിയൊക്കെ തകരാറിലാക്കാൻ ചിലരെ ചട്ടം കെട്ടിയിരുന്നു. അക്കൂട്ടത്തിൽ ഒരാൾ ഇങ്ങനെ പാത്തുപാത്തിങ്ങനെ സ്റ്റേജിന് അടുത്തടുത്ത് വന്ന്, തെറ്റില്ലല്ലോ പ്രസംഗം, ആ പ്രസംഗത്തിൻ്റെ മാധുര്യത്തിൽ അല്ലെങ്കിൽ ആശയത്തിൻ്റെ അദ്ദേഹത്തിങ്ങനെ ആകർഷിപ്പിങ്ങനെ നിന്നുപോയി. അവിടെ വിശദീകരിച്ചത് അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, തന്നെ ഏൽപ്പിച്ച ദൗത്യം അദ്ദേഹം വിസ്മരിച്ചു. പ്രഭാഷകനെയും സ്റ്റേജും കയ്യേറി അലങ്കോലപ്പെടുത്താൻ നിർദ്ദേശിക്കപ്പെട്ടയാള് ആദ്യാവസാനം ആ പ്രസംഗം കേട്ടു. എന്നിട്ട് വളരെ സാവകാശം അദ്ദേഹത്തെ ആ ഉദ്യമത്തിന് നിയോഗിച്ച് ആളുകൾ റെസ്റ്റ് ചെയ്യുന്ന പള്ളിയിലേക്ക് നടന്നു. എന്നിട്ട് പള്ളിയില് മുസ്ലിയാരോട് ചോദിച്ചുവത്രേ, ഉസ്താദേ, വിശുദ്ധ ഖുർആനില് അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹുവിൻ്റെ അടിമയ്ക്ക് അള്ളാഹു പോരെ എന്നർത്ഥം വരുന്ന ഒരായത്തുണ്ടോ മുസ്ഹഫില്? അങ്ങനെയാണ് ചോദിച്ചത് KK. അങ്ങനെ ഒരു ആയത്തുണ്ടോ? എന്തേ മുഹമ്മദേ ഈ പാതിരാത്രിയിൽ വന്ന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ? നിങ്ങൾ എന്നെ ഒരു പണിയേൽപ്പിച്ചതാണല്ലോ. പക്ഷേ ഞാൻ അവിടെ കേട്ട പ്രസംഗത്തിൽ ആവർത്തിച്ച് മൗലവി ഉദ്ധരിച്ചൊരായത്താണ്, അള്ളാഹുവിൻ്റെ അടിമയ്ക്ക് അള്ള പോരെ. അങ്ങനെ ഒരു ആയത്തുണ്ട് മുസ്ഹഫിൽ, അങ്ങനെ ഒരു ആയത്തുണ്ട് മുഹമ്മദേ. എങ്കിൽ മുസ്ഹഫിന് എങ്കിൽ മുഹമ്മദിന് അള്ളാഹു മാത്രം മതി. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രോഗ്രാം അലങ്കോലപ്പെടുത്താൻ നിയോഗിതനായ ഒരു സഹോദരൻ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിൻ്റെ ശകലം അത് നെഞ്ചേറ്റിയിട്ട് വെളിച്ചം ലഭിച്ച് തിരിച്ചുപോയൊരു സംഭവം
QLSന്റെ ആദ്യകാല ഡയറക്ടറായ അതിൻ്റെയും എല്ലാമായിരുന്ന KK വിശുദ്ധ ഖുർആൻ എങ്ങനെയാണെന്ന എൻ്റെ ഈ നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് വിശുദ്ധ ഖുർആനിലെ ഏതായത്തുകളാണ്? ഖുർആൻ നമ്മോടാണ് സംവദിക്കുന്നത്, മനുഷ്യരോടാണ് സംവദിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഏറ്റവും കൂടുതൽ ലോകത്ത് വിമർശിക്കപ്പെടുന്ന ഗ്രന്ഥമേതാ? വിശുദ്ധ ഖുർആനാണ്, അല്ലേ? എക്സ് മുസ്ലിങ്ങളും നിരീശ്വരവാദികളും അല്ലെ മതനിഷേധികളായ ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ മറ്റു മതവിഭാഗങ്ങളുടെ വേദഗ്രന്ഥത്തെക്കാൾ കൂടുതൽ അതെന്തുകൊണ്ടാ? വിശുദ്ധ ഖുർആൻ അവർ പേടിക്കുന്നു. ഇത് അള്ളാഹുവിന്റെ കലാമാണ്. അങ്ങനെ പറഞ്ഞ് വേറൊരു വേദഗ്രന്ഥമുണ്ടോ? ഇല്ല. ഇത് അള്ളാഹുവിൽ നിന്ന് അവതീർണമായിട്ടുള്ള ഗ്രന്ഥമാണ്, തർക്കമില്ല. ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാം. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാ. രണ്ടാമത്തെ സൂറയിൽ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. സംശയമേ വേണ്ട. ഈ കിതാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യർക്ക് വഴികാട്ടിയായി, അല്ലേ, വഴി കാണിക്കാൻ വേണ്ടി പടച്ച തമ്പുരാൻ അവതീർണമായ ഗ്രന്ഥമാ. തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. സൂറത്ത് സജദയിലെ 4-ാമത്തെ ആയത്താണത്. അള്ളാഹുവിൽ നിന്നുള്ള കിതാബാണിത്. നമുക്ക് വഴികാട്ടിയായി, നമുക്ക് മാർഗദർശനം, എങ്ങനെയാണ് ഒരു മനുഷ്യൻ തൻ്റെ അടിമ ജീവിക്കേണ്ടത്, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെക്കുറിച്ചും. വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. കുറേ ആയത്തുകൾ കാണാം. സൂറത്ത് യാസീനിൽ തൻസീലുൽ അസീസിർ റഹീം. ഇഷ്ടം പോലെ സൂറകളിൽ ഇത്തരം ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ഇത് അള്ളാഹുവിൽ നിന്ന് കൃത്യമായി അങ്ങനെ ഒരു വേദഗ്രന്ഥത്തെക്കുറിച്ച് പറയുന്നില്ല. ബൈബിളിനെ കുറിച്ചോ തൗറാത്തിനെ കുറിച്ചോ വിശദീകരിക്കുന്ന അവിടെ കേട്ടിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. നേർക്ക് നേരെ അള്ളാഹു. അതുകൊണ്ടാണ് അള്ളാഹുവിൽ നിന്ന് അവതീർണമായ ഈ ഗ്രന്ഥം ലോകാവസാനം വരെ ആർക്കും ഒരു കൈകടത്തലുകളും നടത്താൻ. ഇപ്പം ഈ അടുത്ത് മൈത്രേയനോ ആരോ പറഞ്ഞു, ഞാനും എഴുതി തരാം ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞ് ഈ അടുത്തൊരു പോസ്റ്റ് കണ്ടിരുന്നു. ഖുർആന് തത്തുല്യമായൊരു രചന ഞാൻ നടത്തുന്ന കഴിയില്ല. സഹസ്രാബ്ദം നീണ്ടുനിന്ന, അല്ലെങ്കിൽ 1.5 സഹസ്രാബ്ദം നീണ്ടുനിന്ന വെല്ലുവിളിയാ. ആർക്കും ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അറബി ലോകത്ത് അറബി ഭാഷയിൽ വളരെ പ്രഗത്ഭരായ ആളുകൾ ജീവിച്ചിരുന്ന ഘട്ടത്തിൽ പോലും വിശുദ്ധ ഖുർആനിന് സമാനമായ ഒരായത്ത് പോലും സാധിച്ചിട്ടില്ല. പിന്നെയല്ലേ വർത്തമാനകാലത്ത് പുഴുക്കളായ ആളുകൾക്ക് സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദുൻ. അല്ലാഹുവിന്റെ ഉറപ്പാണത്. കഴിയില്ല. ആരുടെ മുമ്പിലും നമുക്ക് ധൈര്യപൂർവ്വം. എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെന്റിനോടനുബന്ധിച്ച് ഒരുപാട് സഹപ്രവർത്തകരുള്ള ഒരു സ്ഥാപനത്തിൽ അദ്ദേഹം ചോദിച്ചു, എന്ത് ഗിഫ്റ്റാണ് ഞാൻ ഈ സ്ഥാപനത്തിൽ വന്നിട്ട് 17 വർഷമായി. വളരെ അടുത്ത ബന്ധമാണ് ഓരോ സഹപ്രവർത്തകരോടും. എന്ത് ഗിഫ്റ്റാണ് കൊടുക്കേണ്ടത് എന്നോട് വെറുതെ ചോദിച്ചതാ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഖുർആൻ വായിക്കാൻ ഇതുവരെ അവസരം കിട്ടിയിട്ടില്ലാത്ത നിന്റെ സുഹൃത്തുക്കളാണെങ്കിൽ സൗജന്യമായി ഖുർആൻ പരിഭാഷ ഞാൻ എത്തിച്ചു തരാം. പക്ഷെ മുസ്ലിം നാമധാരികളായ ആളുകൾക്ക് അത് കൊടുക്കരുത്, അല്ലാത്ത ആളുകൾക്കൊക്കെ. അദ്ദേഹം കഴിഞ്ഞ മാർച്ചിലാണ് റിട്ടയർ ചെയ്തത്. റിട്ടയർമെന്റിന് ശേഷം ഒരു 6-7 മാസത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടു. ഞാൻ അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് പാർട്ടിക്കൊന്നും പോയിരുന്നില്ല. അദ്ദേഹം കൊടുത്തത് വിശുദ്ധ ഖുർആനിന്റെ ഓരോ പ്രതികളാ, ഓരോ കോപ്പികളാ, ട്രാൻസ്ലേഷനാ. ചിലരൊക്കെ സംശയിച്ചു കൊണ്ടുവാങ്ങി, ചിലരൊക്കെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. അതോടൊപ്പം ഭക്ഷണവും അനുബന്ധമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. പക്ഷെ വേറിട്ട ഒരനുഭവമായി. അതിൽ കൊല്ലം സ്വദേശിയായ ഒരു സഹപ്രവർത്തകൻ പ്രമോഷൻ കിട്ടി കൊല്ലത്ത് പോയതിനു ശേഷം ഇദ്ദേഹത്തെ വിളിച്ചുവത്രേ. നിങ്ങളത് തന്നിട്ട് ഞാൻ അന്നൊന്നത് തുറന്നു നോക്കിയില്ല. ഇവിടെ ഞാൻ ലോഡ്ജിലാണ് താമസിക്കുന്നത്. അദ്ദേഹം പ്രിൻസിപ്പളായി പ്രമോഷൻ കിട്ടിപ്പോയതാ. അപ്പോൾ ഇഷ്ടം പോലെ എനിക്ക് ഒഴിവ് സമയമുണ്ട്. ഞാനത് വായിച്ചു നോക്കി. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ കുറേ സംശയങ്ങൾ ചോദിക്കാനുണ്ട്, എനിക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട്. ഈ സന്തോഷം അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. ചിന്തിക്കുന്ന മനുഷ്യർക്ക് പാഠമുണ്ട് വിശുദ്ധ ഖുർആനില്, പക്ഷെ നമ്മളത് നിർവഹിക്കുന്നില്ല. പലപ്പോഴും നമുക്ക് പേടിയാണ്. ആയിരിക്കാം വർത്തമാനകാല ചുറ്റുപാടുകളൊക്കെ അങ്ങനെയാണല്ലോ. ചേർത്ത് പറയട്ടെ, ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും മൂലകാരണം എന്ന് പറയുന്നത് പടച്ച തമ്പുരാൻ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്ന മാർഗത്തിൽ നിന്ന് മനുഷ്യൻ വഴിമാറി സഞ്ചരിച്ചതാ.
ലോകത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം അള്ളാഹുവിന്റെ വിശുദ്ധ വേദഗ്രന്ഥത്തിലേക്ക് തിരിച്ചു വരല. അത് മുസ്ലിങ്ങൾക്ക് പോലും സാധ്യമാകുന്നില്ല. സങ്കടകരമല്ലേ? ഈ ഗ്രന്ഥത്തിന്റെ, ഈ വേദഗ്രന്ഥത്തിന്റെ അനുയായികളെന്ന് വളരെ അഭിമാനപൂർവ്വം പറയുന്ന ആളുകൾക്ക് നമുക്ക് പോലും അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താൻ സാധിക്കാതെ പോകുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്ക്. അങ്ങനെ ജീവിച്ചാൽ എല്ലായിടത്തും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. പരീക്ഷണങ്ങൾ ഉണ്ടാവില്ല എന്നല്ല അതിനർത്ഥം, പക്ഷെ സമാധാനം ഉണ്ടാകും. കുടുംബത്തിൽ നമ്മുടെ ഉപജീവന മാർഗം തേടി നാം ഇറങ്ങുന്ന നമ്മുടെ സ്ഥാപനങ്ങളിലോ ജോലി സ്ഥലത്തോ കച്ചവട സ്ഥാപനങ്ങളിലോ എല്ലായിടത്തും അങ്ങനെ ജീവിക്കുന്ന ആളുകളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഞാൻ പാലക്കാട്ടുകാരനാണ്. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കഞ്ചിക്കോട് പ്രദേശത്ത് ബിസിനസ് നടത്തുന്ന കുറേ സുഹൃത്തുക്കളുണ്ട് എനിക്ക്. സജീവ സംഘടനാ പ്രവർത്തകരും സംഘടനാ ഭാരവാഹികളായ ആളുകളും അല്ലാത്തവരുമൊക്കെ. അക്കൂട്ടത്തിൽ സജീവ സംഘടനാ പ്രവർത്തകനൊന്നുമല്ലെങ്കിലും വളരെ കൃത്യമായി ഓരോ കാര്യങ്ങളിലും എന്ത് ദീൻ പറയുന്നു, എന്ത് ഖുർആൻ പറയുന്നു, സംശയമുണ്ടെങ്കിൽ അദ്ദേഹം പലരെയും ഫോണിൽ ബന്ധപ്പെടും, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ. ഒരു ഉദാഹരണം പറയാം. നോമ്പിന്റെ കാലമായപ്പോ അദ്ദേഹം ഒരിക്കൽ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഞാൻ എൻ്റെ ഒരു ബന്ധുവിന് 10 ലക്ഷം രൂപ 2 വർഷം അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വായ്പയായിട്ട് നൽകിയിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് കോവിഡ് കാലത്ത് ബിസിനസ് പ്രയാസത്തിലായി നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഒരു പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ടി ഞാൻ അദ്ദേഹത്തിന് വായ്പയായിട്ട് നൽകിയതാണ് 10 ലക്ഷം രൂപ. 2 വർഷത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു തരാമെന്ന കരാറില്ല. ആ പണത്തിന് ഞാൻ സക്കാത്ത് നൽകേണ്ടതുണ്ടോ? വായ്പയായി ഞാൻ എൻ്റെ സുഹൃത്തിന് നൽകിയ ആ പണത്തിന് ഞാൻ സക്കാത്ത് നൽകേണ്ടതുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. തൻ്റെ കൈവശമുള്ള മുഴുവൻ സമ്പത്തും കൃത്യമായി കണക്കാക്കി അതിൻ്റെ സക്കാത്ത് ഒരു രൂപ പോലും ഒരു ചില്ലി പോലും കുറവ് വരുത്താതെ കൃത്യമായി സക്കാത്ത് സെല്ലിനെ ഏൽപ്പിക്കുന്ന മനുഷ്യനാ. അദ്ദേഹത്തിൻ്റെ സംശയമാണ്. എന്തുകൊണ്ടാ? ഖുർആൻ പഠിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തുന്നു. വിശുദ്ധ ഖുർആനിലെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ഉടനീളം പുലർത്താൻ നമ്മളോടാണ് ഖുർആൻ സംവദിക്കുന്നത്, മനുഷ്യനോടാണ് ഖുർആൻ സംവദിക്കുന്നത്. നമുക്ക് കഴിയണം. പഠിച്ച പാഠങ്ങള് കേവലം പരീക്ഷയിൽ മാർക്ക് നേടാനല്ലല്ലോ. ഇത്ര ഭാഗം എനിക്ക് ഹൃദിസ്ഥമാണ്. ഖുർആനിലെ ആയത്ത് ഇങ്ങനെ നമസ്കാരത്തിലും അല്ലാത്ത സമയത്തൊക്കെ ആരെങ്കിലും പാരായണം ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ആശയങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകും. എനിക്കതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ചെറിയ അനുഗ്രഹമല്ല അത്. എവിടെയെങ്കിലും ആരെങ്കിലും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കത് അപ്പം മനസ്സിലാകും. ചില ആളുകളൊക്കെ വളരെ അഭിമാനത്തോടു കൂടി പറയാറുണ്ട്. അത്തരം ആളുകളെയൊക്കെ ഞാൻ അസൂയയോടുകൂടി നോക്കാറുണ്ട്. അത് ചെറിയൊരു അനുഗ്രഹമല്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരണം. അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക പരിരക്ഷ നമുക്ക് കിട്ടും. ഖുർആനിൽ തന്നെ അത് പറയുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഒരു ഹിജാബ് ഉണ്ടാക്കി തരുന്ന വഇദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറതി ഹിജാബൻ മസ്തൂറ. ഖുർആൻ പാരായണം ചെയ്താൽ തൻ്റെയും പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെയും ഇടയിൽ ദൃശ്യമല്ലാത്ത ഒരു മറ. നല്ലവരുടെ കൂടെയായിരിക്കും നമ്മുടെ സാമീപ്യം. വഴികേടിലേക്ക് നമ്മളെ സഞ്ചരിപ്പിക്കുന്ന ഒരു അത് കിട്ടുന്നില്ലേ? ഉണ്ട്. ദീനുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നമ്മളിൽ പലരും ജീവിതത്തിൽ അനുഭവിക്കുന്നതാ. എന്നെ പിടിച്ചു നിർത്തിയത്, എന്നെ അങ്ങോട്ട് പോകാതെ തടഞ്ഞു നിർത്തിയത് എനിക്കറിഞ്ഞുകൂടാ. ഒരു അധ്യാപക സംഘടനയുടെ സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ദീർഘകാലം ISM എന്ന യുവജന പ്രസ്ഥാനത്തിന്റെ ജില്ലാ സംസ്ഥാന കമ്മിറ്റികളിലേക്ക് ഉണ്ടായിരുന്ന വ്യക്തിയ. 2017 ശേഷമാണ് അദ്ദേഹം പൂർണ്ണമായും സർവീസ് സംഘടനാ രംഗത്തേക്ക് തിരിഞ്ഞത്. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, മാഷേ, ഞാനൊരു ISM കാരനായി എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നല്ല കാലത്ത് പ്രവർത്തിച്ചതുകൊണ്ട്
ഇന്ന് ഞാൻ അനുഭവിക്കുന്ന കുറേ അനുഗ്രഹങ്ങളുണ്ട്. അതിലേറ്റവും വലുതെന്താണെന്നറിയോ? ഒരു തെറ്റിലേക്ക് പോകുമ്പോ ആരോ എന്നെ പിന്നിൽ നിന്ന് പിടിച്ചു വലിക്കുന്നത് പോലെ എന്റെ സഹപ്രവർത്തകരായ പല ആളുകളും, സർവീസ് സംഘടനാ രംഗത്തൊക്കെ ഉള്ള ആളുകളെ കുറിച്ച് നമുക്കറിയാം. അവർ ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത്. അവരോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ തൻ്റെ ധാർമ്മികത, തൻ്റെ വ്യക്തിജീവിതം, സൂക്ഷ്മജീവിതമൊക്കെ ദീനിനനുസരിച്ച്, വിശുദ്ധ ഖുർആനിനനുസരിച്ച് ക്രമീകരിക്കാൻ അത് ഖുർആൻ പഠിച്ചതുകൊണ്ട്, ദീനുമായി അടുത്ത ബന്ധം പുലർത്തിയത് കൊണ്ട് കിട്ടിയ അനുഗ്രഹമായിട്ടാണ് ആ ചെറുപ്പക്കാരൻ വിശദീകരിച്ചത്. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തെ സമൂലമായി പരിവർത്തിപ്പിക്കാൻ പര്യാപ്തമായ വിശുദ്ധ ഖുർആൻ ഓരോ പാഠവും പഠിച്ച കാര്യങ്ങൾ സഹാബത്ത് അങ്ങനെയായിരുന്നു. ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നുണ്ടാകും അല്ലേ? ഒരായത്ത് ഇറങ്ങിക്കഴിഞ്ഞ അത് നാളേക്ക് അവർ മാറ്റിവെക്കാറില്ല. ആ നിമിഷം തന്നെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ അവർ പരിശ്രമിച്ചു. അതുകൊണ്ട് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ആയത്ത് അവതരിപ്പിച്ചപ്പോ സ്വഹാബികളിൽ പല ആളുകളും പ്രവാചകന്റെ സവിധത്തിലേക്ക് വന്നു. റസൂലേ, എനിക്ക് പ്രിയപ്പെട്ട സമ്പത്തിൻ്റെതാ. അതിൽ നമ്മൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെതാണ് ബൈറൂഹ എന്ന പേരിലുള്ള മദീനയിൽ പ്രവാചകനേറെ ഇഷ്ടത്തോടുകൂടി ഒഴിവു സമയത്തൊക്കെ വിശ്രമിക്കാൻ പോയിരുന്ന മനോഹരമായ ഒരു തോട്ടം. അബൂ തൽഹ പറഞ്ഞു, പ്രവാചകരെ, ഞാനിത് അല്ലാഹുവിന്റെ മാർഗത്തിൽ, പ്രവാചകൻ അദ്ദേഹത്തെ വിലക്കുന്നുണ്ട്, കുടുംബത്തിന്റെയും അദ്ദേഹത്തിന്റെ ആശ്രിതത്തിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ടിയൊക്കെ നീക്കിവെക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. നാളേക്ക് വെച്ചില്ല, അവര് ആലോചിച്ചില്ല. അന്ന് തന്നെ അല്ലേ നഗ്നത മറക്കുന്നത് ഹിജാബുമായി ബന്ധപ്പെട്ട ആയത്ത് അവതരിച്ചപ്പോ അന്ന് സഹാബി വനിതമാരൊക്കെ എങ്ങനെയായിരുന്നു നടപ്പിലാക്കിയത്? ക്ലാസ്സുകളില്, ക്യാമ്പുകളില്, പഠനവേദികളില് നമ്മൾ പലവരും കേട്ടതാ. 100 വട്ടം അത്തരം ആയത്തുകൾ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടും നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ പോലും പലപ്പോഴും അത് നടപ്പിലാക്കാൻ കഴിയാത്ത അതിദയനീയമായ സാഹചര്യമുണ്ട്. ജീവിതത്തെ പരിവർത്തിപ്പിക്കുമ്പോൾ മാത്രമാണ് വിശുദ്ധ ഖുർആൻ അത് അന്വർത്ഥമാകുന്നത്, സാധ്യമാവണം. ഖുർആനിന്റെ പഠിതാക്കൾ ഏറ്റവും മാന്യരാ. വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകൾ അവരേറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളായിരിക്കും. ഇല്ല, അവരങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. അവരങ്ങനെ പറയില്ല. അയാളുടെ നാവിൽ നിന്ന് അത്തരത്തിലുള്ള വാക്കുകൾ വരില്ല. അദ്ദേഹം ഖുർആൻ പഠിക്കുന്നയാളാ, ദീനുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാ. അങ്ങനെയാണ് നമ്മൾ പറയുക, അങ്ങനെയാണ് നമ്മളെ കുറിച്ച് പറയേണ്ടത്. സൂചിപ്പിച്ചത് ഖുർആനുമായി അടുത്ത ബന്ധം നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. എൻ്റെ സഹപ്രവർത്തകൻ, സംഘടനയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള സുഹൃത്തൊരിക്ക് നാട്ടിലൊരു ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു, ഒരു ദിവസം നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് സമയമെങ്കിലും ഖുർആൻ പാരായണം ചെയ്യുന്നതിനും അതിൻ്റെ ആശയം മനസ്സിലാക്കുന്നതിനും വേണ്ടി നീക്കി വെച്ചുകൂടെ? സത്യത്തില് അതൊരു 6-7 വർഷം മുമ്പ് നടന്ന ഒരു ക്ലാസ്സാണ് എൻ്റെ നാട്ടിൽ, കോവിഡിന്റെ തൊട്ട് മുമ്പ്. അതുവരെ എപ്പോഴെങ്കിലുമൊക്കെ ഖുർആനുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഒരു 10 മിനിറ്റ് അതൊരു ചോദ്യമാണ്. 24 മണിക്കൂർ ഇൻറ്റു 60 മിനിറ്റ് നമുക്ക് കൂട്ടിയാൽ അറിയാം. അതിലാണ് ചോദിച്ചൊരു 10 മിനിറ്റ് സമയം, ഒരു 5 ആയത്ത്, ഒരു 4 ആയത്ത്, ഒരു 3-4 പേജുകൾ ഇങ്ങനെ വെറുതെ അർത്ഥസഹിതം വായിക്കുക. സത്യത്തിൽ അതിനുശേഷം പലപ്പോഴും രാവിലെ സുബഹി നമസ്കാരാനന്തരം കുറഞ്ഞ സമയം വിശുദ്ധ ഖുർആനിന്റെ തർജ്ജമയോ തഫ്സീറോ ഒക്കെ വായിക്കുമ്പോൾ പലപ്പോഴും അന്നത്തെ ദിവസം നമുക്ക് ആവശ്യമുള്ള കുറേ ഊർജമായിരിക്കും അതിൽ നിന്ന് കിട്ടുക. യാദൃശ്ചികമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച, അല്ലെങ്കിൽ നമുക്ക് പരിഹാരം കണ്ടെത്തേണ്ട ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമായി വരുന്ന ആയത്തുകൾ കാണാം. യാദൃശ്ചികമായി ആണെങ്കിലും നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ കടന്നു വരും. ഒരു കുടുംബനാഥൻ, ഒരു ഉപ്പ അല്ലെങ്കിൽ ഒരു ഉമ്മ,
അവരൊരു ദിവസം വീട്ടിൽ കുറച്ച് സമയം ഇരുന്ന് ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ കൂടുതൽ കമ്പലിങ് വേണ്ടി വരില്ല. മക്കളുടെ കാര്യത്തിൽ വേണ്ടി വരുമോ? ഇല്ല. എന്നിട്ടും നമുക്ക് സാധിക്കണം. ഒരു ക്യാമ്പയിൻ നടത്തുന്ന കാലമാണ് നമ്മൾ. സ്വർഗത്തിലേക്ക് നമ്മൾ ഒറ്റയ്ക്കല്ല പോകേണ്ടത്. മക്കളെ ചേർത്ത് പിടിച്ച് ഇണയുടെ കൂടെ മാതാപിതാക്കളോടൊപ്പം നാം ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ ഒരു വലിയ പങ്ക് നീക്കിവെക്കുന്നത് കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയാ. അവരെയും കൂട്ടി നമുക്ക് പോകാനാവണം. അങ്ങനെ ആവണമെങ്കിൽ അവരുകൂടെ നമ്മുടെ കൂടെ ഉണ്ടാവണം. അതിനുള്ള മാർഗമാണ് കുടുംബസമേതമുള്ള ഖുർആൻ പഠനം എന്നുള്ളത്. ചെറുതല്ല. ഞാൻ പല സംഘടനാ യോഗങ്ങളിലും പ്രവർത്തക സംഗമങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഒരു കുടുംബം, ഞാനൊരു മഹല്ല് സംഗമം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ എന്നെ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുവന്ന് വിട്ടത്, അരീക്കോട് ടൗണിൽ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് വിട്ടത് ആ പ്രദേശത്തുള്ളൊരു ISM-കാരനാണ്. അയാളുടെ മോട്ടോർ ബൈക്കിന് പുറകിലിരുന്നാണ് പോകുന്നത്. എൻ്റെ നാട്ടിലേക്കുള്ള ബസ് വരാനൊരു 10-15 മിനിറ്റ് ഇങ്ങനെ കാത്തു നിന്നപ്പോൾ ഞങ്ങൾ അടുത്ത് പരിചയപ്പെട്ടു. അപ്പം ഞാൻ ചോദിച്ചു, ജോലി ചാലിയാറിൽ നിന്ന് മണൽ വാരുന്ന പണിയാണ് അദ്ദേഹത്തിന്. ഒരു ദിവസം കിട്ടുന്ന വരുമാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. വീട്ടിൽ ആരൊക്കെയുണ്ട്? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഉമ്മ, പ്രായമായ ഉമ്മ, ഭാര്യ, അദ്ദേഹത്തിൻ്റെ 3 മക്കള്, വിവാഹമോചിതയായ സഹോദരിയും ഇദ്ദേഹത്തിന്റെ മക്കളെക്കാൾ പ്രായക്കൂടുതലുള്ള സഹോദരിയുടെ 3 മക്കളും. അപ്പൊ വെറുതെ ഞാനൊരു കൗതുകത്തിന് ചോദിച്ചതാ, എന്താണ് അപ്പൊ വീട്ടിലെ വിശേഷങ്ങള്, നിങ്ങളുടെ ഭാര്യയും സഹോദരിയും ഒക്കെ തമ്മിലുള്ള? അദ്ദേഹം പറഞ്ഞു, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊരാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കാറില്ല. ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് ഖുർആൻ പഠിക്കാൻ പോവാറ്. ഒരു ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുന്നതോടുകൂടി അതൊക്കെ തീർന്നിട്ടുണ്ടാവും. എന്നിട്ട് പറഞ്ഞു, മാഷേ, അങ്ങനെ വിളിക്കാറ് കൂടുതൽ ആളുകളും. 1 മണിക്കൂറെങ്കിലും ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ സഹോദരിയും അവളുടെ മക്കളും ഉമ്മയും ഒന്നിച്ചിരിക്കും. ഒരു വീട്ടിലാണ് അവർ താമസിക്കുന്നത്. പിന്നെന്താ അങ്ങനെ ഒരു ഇരുത്തത്തിന്റെ പ്രത്യേകത? അത് കുടുംബകാര്യങ്ങൾ മാത്രം പറയാം. വളരെ സാധാരണക്കാരനായ ഒരു സഹോദരൻ, ഞാൻ പറഞ്ഞു ഉപജീവന മാർഗം പുഴയിൽ നിന്ന് മണൽ വാരുന്ന ജോലിയാണെന്ന്. ഇന്നെന്താന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ആ 1 മണിക്കൂർ സമയം അവിടെ സാധാരണ കുടുംബങ്ങളിലുള്ളതുപോലുള്ള പ്രശ്നങ്ങൾ എൻ്റെ വീട്ടിലും എൻ്റെ അധ്വാനത്തെ ആശ്രയിച്ചാണ് ഇവരെല്ലാവരും കഴിയുന്നത്. സ്വാഭാവികമാണല്ലോ, എൻ്റെ ഭാര്യയ്ക്ക് കുറച്ചൊക്കെ വരാം. കാരണം അവൾക്കും മക്കൾക്കും കിട്ടേണ്ടതാണ് ഷെയർ ചെയ്തു പോകുന്നത്, എൻ്റെ സഹോദരിക്കും മക്കൾക്കും. ഉമ്മ അതിനിടയിൽ വല്ലാതെ പ്രയാസപ്പെടുമല്ലോ. പക്ഷേ ആ ഒരു ഇരുത്തത്തിൽ ഞാൻ അവര് മനസ്സിലാക്കിയ പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതോടുകൂടി അതൊക്കെ അലിഞ്ഞില്ലാതെയാകും എല്ലാ പ്രശ്നങ്ങളും. അതാണ് അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്മരണ നിലനിൽക്കാൻ ആവശ്യമായ മാർഗമാണ് ഖുർആനുമായുള്ള ബന്ധം. കുറുക്കു വഴികളുണ്ടോ ആളുകളെ നന്നാക്കാൻ? ഇല്ല. നമ്മളെ നന്നാക്കാൻ കുറുക്കു വഴിയുണ്ടോ? നമ്മുടെയൊക്കെ ഒരു സ്വകാര്യ ജീവിതം ഉണ്ടല്ലോ, നമ്മുടെ ചിന്തകൾ അല്ലേ? ആ സ്വകാര്യ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തണമെങ്കിൽ നമ്മുടെ മനസ്സിൽ പടച്ചവനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള ദൃഢമായ വിശ്വാസവും ഓർമ്മകളും ഉണ്ടാവണം. ഒരു തെറ്റായ ചിന്തയിലേക്ക് പോകുമ്പോ അപ്പൊ കടിഞ്ഞാണിടണം. തന്റെ കണ്ണോ കാതോ ഒരു അരുതായ്മയിലേക്ക് നീങ്ങുമ്പോ ഓർമ്മ വരണം, അരുത്. ഞാൻ സൂചിപ്പിച്ചത് ഇതാർക്കാ കഴിയുക? ഈ സ്മരണ നിലനിർത്താൻ ആവശ്യമായ നിരന്തര പഠനങ്ങളും കാര്യങ്ങളുള്ളവർക്കാ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അവൻ അന്ന് സംഘടനയുടെ വലിയ നേതാവായിരുന്നു, ഇങ്ങനെയായിരുന്നു. ഇപ്പൊ കണ്ടോ, കേട്ടിട്ടുണ്ട് നമ്മള് പലരെക്കുറിച്ചും പ്രാദേശിക തലങ്ങളിൽ പറയാറുണ്ട്. വിട്ടുപോകരുത്. വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം അത് സുദൃഢമാക്കണം. നമുക്ക് വഴികാട്ടിയായി നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും
ഖുർആനിക പാഠങ്ങളിലൂടെ സാധ്യമാകുന്നില്ല. ഇന്ന ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കാഫൂറ. വഴി കാണിച്ചു തന്നിരിക്കുന്നു കൃത്യമായി. നന്ദിയുള്ളവരായി നമ്മൾ ജീവിക്കണം, നന്ദി കെട്ടവരാകരുത്. അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി ജീവിക്കണമെങ്കിൽ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള നിറഞ്ഞ ബോധ്യം ഉണ്ടാവണം. അരുതായ്മകളിലേക്ക് പോകാതെ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് നമുക്ക് നിർവഹിക്കാനാവുന്ന പരമാവധി നന്മകൾ എന്ന് ഖുർആനുമായുള്ള ബന്ധമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം KLM കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിരുന്നു കണ്ണൂർ. നിങ്ങൾ പരിശോധിച്ചു നോക്കണം, സാമൂഹ്യമായുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ മുമ്പിൽ നിന്ന് പണിയെടുക്കുന്ന വിശ്വാസികളായ ആളുകളെ പരിശോധിച്ചാൽ അവർക്ക് ഊർജം കിട്ടുന്നത് ഖുർആനിൽ നിന്നാണെന്ന് നമ്മൾ സ്വകാര്യമായി അവരോട് സംവദിച്ചാൽ ബോധ്യപ്പെടും. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വരാന്തയിലൂടെ ആഴ്ചയിൽ ഒരിക്കൽ തൻ്റെ പ്രിയതമയെയും വിദ്യാർത്ഥികളായ മക്കളെയും കൂട്ടി ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു സഹോദരനുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഒരിക്കൽ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇതിന് സമയം കണ്ടെത്തുന്നത്? എന്നോട് പറഞ്ഞു, ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല ഈ ആഴ്ചയിൽ ഒരു ദിവസത്തെ രോഗസന്ദർശനം. ബന്ധമുള്ള ആളുകളല്ല ആശുപത്രിയിൽ കഴിയുന്നത്, തികച്ചും അപരിചിതരായ വ്യത്യസ്ത നാടുകളിൽ നിന്ന് വന്ന സഹോദരങ്ങള്. പക്ഷെ അവരുടെ ക്ഷേമം അന്വേഷിച്ച്, അവരുടെ ആവശ്യങ്ങൾ അന്വേഷിച്ച് പലതും നിവർത്തിച്ചു കൊടുത്തിങ്ങനെ 1-2 മണിക്കൂർ സമയം സാധാരണക്കാരുടെ ആതുരാലയത്തിന്റെ വരാന്തയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കൂടെ നടക്കുന്ന മക്കള്, ഇണ, അവര് പഠിക്കുന്ന കുറെ പാഠങ്ങളുണ്ട്. വായിച്ചു പഠിച്ചതിനപ്പുറം അവരുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം അതുകൊണ്ട് കിട്ടും എന്നുള്ള ബോധ്യം. ഞാൻ ഈ അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ മക്കളും ഇണയും എങ്ങനെയാണ് ആ സംരംഭവുമായി സഹകരിക്കുന്നതെന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, എങ്ങനെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അവർ സഹകരിച്ചിരുന്നത്, അതുപോലെ ഇപ്പോഴും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നു, അവരുടെ വിഹിതം നൽകുന്നു, ഒഴിവു സമയങ്ങളിൽ സേവനത്തിനു വേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഖുർആൻ പഠനത്തോടൊപ്പം കടമകൾ നിർവഹിക്കുന്നിടത്ത് മുമ്പന്തിയിൽ ആ കുടുംബത്തെ എത്തിക്കാൻ ആ പിതാവിന് സാധിച്ചത് ചെറുതല്ല കാര്യം. ഞാൻ അവസാനിപ്പിക്കുന്നു. എനിക്ക് നിങ്ങൾക്കുമൊക്കെ ഇങ്ങനെയൊരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചു പോയാൽ എന്തെങ്കിലുമൊക്കെ കിട്ടണം. ഇവിടെയല്ല, അവിടെ തിരക്കാണ് നമുക്കൊക്കെ. എന്താണ് തിരക്കെന്ന് ചോദിച്ചാല് കൃത്യമായിട്ടൊരു മറുപടി ആർക്കും പറയാനുണ്ടാവില്ല. എല്ലാ തിരക്കും നിലക്കുന്നൊരു സമയമുണ്ട്. ആഗ്രഹിക്കുന്നു നമ്മള്, പടച്ചവനെ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ നാളേക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ട് പോകണം പിരിഞ്ഞു പോകാൻ. ഒരു പക്ഷെ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഏത് നിമിഷാർദ്ധം വേണമെങ്കിലും പിരിഞ്ഞു പോകാവുന്ന വിധം കിട്ടിയ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുക. അതിന് നമ്മൾ ഊർജം ആവാഹിക്കേണ്ടത് അള്ളാഹുവിന്റെ കലാമിൽ നിന്നാണ്. ദിവസേന നമ്മളെ ഓർമ്മപ്പെടുത്താനും പഠിപ്പിക്കാനും ഒന്നും ഒരുപക്ഷെ വീട്ടിലും കുടുംബത്തിലും ആളുകൾ ഉണ്ടാവണമെന്നില്ല. പക്ഷെ വിശുദ്ധ ഖുർആനുമായി നമുക്ക് അടുത്ത ബന്ധമുണ്ടായാൽ സംശയിക്കേണ്ടതില്ല, അള്ളാഹു നമ്മെ തിരുത്തിക്കൊണ്ടിരിക്കും. ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരുപാട് കാലം ഗൾഫിൽ നിന്നതാ, 10-17 വർഷക്കാലം നിന്നതാ. ഒരു വീടുണ്ടാക്കാൻ താല്പര്യപ്പെട്ടു വന്നതാ. അദ്ദേഹം ഗൾഫിലുള്ള കൂടെ താമസിച്ചിരുന്ന ആളുകളുമായി ആശയവിനിമയം നടത്തി വീട് വെച്ച പലരുമായി സംവദിച്ചതിന് ശേഷം മനസ്സിൽ രൂപപ്പെടുത്തി വന്ന ഒരു വീടിന്റെ പ്ലാനൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷെ അങ്ങനെ ഒരു വീടുണ്ടാക്കണമെങ്കിൽ അദ്ദേഹം സമ്പാദിച്ച മുതൽ പോരാ, വലിയൊരു സംഖ്യ ബാധ്യതയായിട്ട് വരും. അത് കിട്ടാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുമായി, നാട്ടിലുള്ളൊരു സഹോദരനുമായി ഇത് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നിനക്കെന്തിനാണ് ഇത്രയേറെ ബാധ്യതയുള്ളൊരു വീട്? നിന്റെ കൊക്കിൽ ഒതുങ്ങുന്ന
അങ്ങനെ 2900 സ്ക്വയർ ഫീറ്റ് അദ്ദേഹം മനസ്സിൽ കണ്ടിരുന്ന വീടിനെ 1300 പരിമിതപ്പെടുത്തി. ഞാൻ ഈ സംസാരത്തിനൊരു ഉഷാറ് വരാൻ വേണ്ടി പറയുന്നതല്ല. 1300 സ്ക്വയർ ഫീറ്റ് വീട്ടില് ബെഡ്റൂമുകൾ 3 അദ്ദേഹത്തിന് 3 മക്കളുണ്ട്. ഉപ്പ ചോദിച്ചുത്രേ, അതിഥികൾ വന്നാൽ കിടത്താൻ ഒരു റൂം കൂടെ വേണ്ടേ? അങ്ങനെ അദ്ദേഹം അത് 1480 ഒരു ബാധ്യതയും വരാതെ അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. ആ സന്തോഷം അദ്ദേഹം പറയും, ഞാൻ അന്നെങ്ങാനും എൻ്റെ മനസ്സിൽ രൂപപ്പെട്ട രീതിയിൽ വീടുണ്ടാക്കിയിരുന്നെങ്കിൽ പലിശയോട് പലിശയായിരിക്കും ഞാൻ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നൽകേണ്ടി വരിക. ഇന്ന് ഏറെ സന്തോഷത്തിലാണ്. അതിന് അദ്ദേഹത്തിന് വെളിച്ചം പകർന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും അത് പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്ത ദീനിന്റെ പേരിൽ അദ്ദേഹത്തെ സ്നേഹിച്ച ഒരു സഹോദരന്റെ ഉപദേശമാണ്. നമുക്കും കഴിയണം അങ്ങനെ. നമ്മൾ നന്നാവണം. നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നന്മ നമുക്ക് പകർന്നു നൽകാനാവണം. വർത്തമാനത്തിലല്ല, കർമ്മങ്ങളിലൂടെ, ഇടപെടലുകളിലൂടെ സാധ്യമാവണം. അത് ഞാൻ അവസാനിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനാണ് ഈ ലോകത്തിന്റെ സർവ്വ പ്രശ്നങ്ങളുടെയും പരിഹാരം എന്ന് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും വിശുദ്ധ ഖുർആനിലുണ്ട്. അത് കുടുംബ പ്രശ്നമാവട്ടെ, സാമ്പത്തിക പ്രശ്നങ്ങളാവട്ടെ, തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാവട്ടെ, ആരോഗ്യ വിഷയങ്ങളാവട്ടെ, ഏതുമാവട്ടെ, അതിനൊക്കെയുള്ള പരിഹാരം ഖുർആനിലുണ്ട്. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കി ശാശ്വതമായ ലോകത്തേക്ക് ആവശ്യമായ വിഭവങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ജീവിതത്തെ ക്രമീകരിച്ച് മുന്നോട്ട് പോയാൽ സ്വസ്ഥമായി നമുക്ക് ദാനമായി നൽകിയ ദുനിയാവിലെ ആയുസ്സും നാളെ പരലോക ജീവിതവും സാധ്യമാകും, റാഹത്താകും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പറയുന്നത് പോലെ, ആളുകളെ ഉപദേശിക്കുന്നത് പോലെ അത്തരം കർമ്മങ്ങൾക്ക് മുമ്പിൽ നിന്ന് പണിയെടുക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതം ക്രമീകരിക്കാനുള്ള ഭാഗ്യമുണ്ടാവണം. നമ്മൾ ആളുകളെയൊക്കെ നന്മയിലേക്ക് ക്ഷണിക്കുമല്ലോ. നിങ്ങൾ ക്ലാസ്സിന് വരണം, ക്യാമ്പിന് വരണം. പേടിയാ. ഞങ്ങളൊക്കെ ഏറെ ആദരിക്കുന്ന ഞങ്ങളുടെ ഒരു സുഹൃത്ത് പണ്ഡിത ശ്രേഷ്ഠൻ, അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തെ അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു പ്രദേശത്തെ പ്രവർത്തകര് ഒരു ക്ലാസ്സിന് വിളിച്ചു. ക്ലാസിന്റെ വിഷയം ഇതായിരുന്നു: ഒരുങ്ങുക മരണത്തിനായി. മരിക്കാൻ ഒരുങ്ങുക എന്നതാണ് വിഷയം. അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, ജലീലെ, ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കാൻ എന്നെ ഒരു യൂണിറ്റുകാർ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ വലിയ അങ്കലാപ്പില, വലിയ ബേജാറില്ല. ഞാൻ ഈ വിഷയം അവതരിപ്പിക്കണമെങ്കിൽ മിനിമം ഞാനതിനൊരുങ്ങണമല്ലോ. ഈ സ്റ്റേജിലുള്ള പലർക്കും അടുത്തു പരിചയമുള്ള പണ്ഡിതനാ. ഞാനതിനൊരുങ്ങണമല്ലോ. ഞാനതിനൊരുങ്ങുകയാണ്. വസിയ്യത്ത് വരെ അദ്ദേഹം എഴുതി വെച്ചു. അങ്ങനെയാണ് ഒരുങ്ങി നടക്കണം നമ്മൾ. അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങി നടന്നതെന്ന് പറഞ്ഞാൽ അതായിരിക്കും ഏറ്റവും സംതൃപ്തമായ ജീവിതം. ഇല്ലല്ലോ, ഒന്നും ബാക്കി വെക്കൂലല്ലോ. ഒരാളെ എന്തെങ്കിലും ഒരു ചെറിയ ഇല്ല, അസ്സലാമു അലൈക്കും, കുറവസായാലോ, കണ്ടിട്ട് തീർന്നു. അത് എന്തൊക്കെയുണ്ട് വിശേഷം? ആ ചോദ്യത്തിലും മന്ദഹാസത്തിലും ആ ഷെയ്ക്കാൻഡിലുമൊക്കെ അത് കൃത്യമായി അത് ഫീൽ ചെയ്യും. അതുകൊണ്ട് നമ്മളും ഒരുങ്ങുക നാഥനിലേക്ക് തിരിച്ചു പോകാൻ. ജീവിതം സക്രിയമാക്കി സജീവമാക്കി അള്ളാഹുവിൻ്റെ പൊരുത്തം നേടിക്കൊണ്ട് നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കൂടിയതിൻ്റെ 10 മടങ്ങ് സന്തോഷത്തിൽ നമുക്ക് നമ്മുടെ മക്കളുടെ കൂടെ, ഇണകളുടെ കൂടെ, ആദർശ ബന്ധുക്കളുടെ കൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം റബ്ബ് സുബ്ഹാനഹു തആല പ്രദാനം ചെയ്യട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.